ഉക്രൈൻ മണ്ണിൽ കനലടങ്ങാത്ത റഷ്യൻ അധിനിവേശം അതിന്റെ ഏറ്റവും ഭീതിജനകവും മാരകവുമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുദ്ധം തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒട്ടും കുറയാത്ത വീര്യത്തോടെ റഷ്യ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉക്രൈനിലെ പ്രമുഖ നഗരങ്ങളെയാകെ വീണ്ടും ചോരക്കളമാക്കുന്നു. തലസ്ഥാന കീവിനെ ലക്ഷ്യമിട്ട് റഷ്യൻ സൈന്യം സമീപകാലത്ത് നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. ആകാശത്ത് നിന്ന് മരണദൂതുമായി എത്തിയ നൂറുകണക്കിന് ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളും കീവിന്റെ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് ജനവാസ മേഖലകളിൽ പതിച്ചപ്പോൾ ഉക്രൈൻ തലസ്ഥാനം കത്തിയെരിയുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഈ അപ്രതീക്ഷിതവും ആസൂത്രിതവുമായ ആക്രമണത്തിൽ സാധാരണക്കാരായ പൗരന്മാരാണ് വീണ്ടും ഇരകളാക്കപ്പെടുന്നത്. കീവിൽ മാത്രം ഇതുവരെ 27-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 90-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. മിസൈലുകൾ വന്നു പതിച്ച ബഹുനില മന്ദിരങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും പൂർണ്ണമായും തകർന്നു തരിപ്പണമായി. തലസ്ഥാന നഗരിയായ കീവിനെ മാത്രമല്ല ഉക്രൈന്റെ കിഴക്കൻ മധ്യമേഖലകളെയും ലക്ഷ്യമിട്ടാണ് റഷ്യ ഇത്തവണ തങ്ങളുടെ ക്രൂരമായ ആക്രമണ പദ്ധതി തയ്യാറാക്കിയത്. ഡിനിപ്രോപെട്രോവ്സ്ക്, ഡൊനൈറ്റ്സ് തുടങ്ങിയ തന്ത്രപ്രധാനമായ പ്രവിശ്യകളിൽ റഷ്യൻ സൈന്യം നടത്തിയ ഷെല്ലാക്രമണങ്ങളിലും മിസൈൽ വർഷത്തിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മേഖലയിൽ നിരവധി സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പ്രാദേശിക ഭരണകൂടങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ പുതിയ ആക്രമണ തരംഗത്തിന്റെ ഏറ്റവും ദാരുണമായ മുഖം വെളിപ്പെടുന്നത് ഡൊനെറ്റ്സ്കിൽ നിന്നുള്ള വാർത്തകളിലാണ്. യുദ്ധത്തിന്റെ യാതൊരു രാഷ്ട്രീയവും അറിയാത്ത 7 വയസ്സുകാരനായ ഒരു പിഞ്ചു കുഞ്ഞ് റഷ്യൻ ബോംബാക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഉക്രൈൻ സമൂഹത്തെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ഡസൻ കണക്കിന് കുട്ടികൾക്കാണ് വിവിധ ആശുപത്രികളിൽ കനത്ത പരിക്കുകളോടെ ജീവനായി പോരാടേണ്ടി വരുന്നത്. റഷ്യ ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെയും മിസൈലുകളുടെയും എണ്ണവും അവയുടെ പ്രഹരശേഷിയും ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂരിഭാഗം മിസൈലുകളുടെയും തകർക്കാൻ ഉക്രൈൻ സൈന്യത്തിന് സാധിക്കുന്നുണ്ടെങ്കിലും ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ ആകാശത്തേക്ക് പറത്തിവിട്ട് പ്രതിരോധ ശൃംഖലയെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തന്ത്രമാണ് റഷ്യ ഇപ്പോൾ പയറ്റുന്നത്. തുടർച്ചയായ ഈ വ്യോമാക്രമണങ്ങൾ ഉക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും പൂർണ്ണമായും തകർക്കുകയാണ്. വൈദ്യുത നിലയങ്ങളും ജലവിതരണ ശൃംഖലകളും തകർന്നതോടെ കീവ് ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഇരുട്ടിലും കുടിവെള്ളമില്ലാത്ത അവസ്ഥയിലുമാണ്. വരാനിരിക്കുന്ന മാസങ്ങളിൽ കടുത്ത പ്രതിസന്ധിയാണ് രാജ്യം നേരിടാൻ പോകുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് റഷ്യയുടെ ഈ നശീകരണ രാഷ്ട്രീയം നൽകുന്നത്. റഷ്യയുടെ ഈ കടുംവെട്ടിന് മുന്നിൽ തളരില്ലെന്ന പ്രഖ്യാപനവുമായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിട്ടുണ്ട്. സ്വന്തം ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്ന റഷ്യൻ ക്രൂരതയ്ക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര സമൂഹം റഷ്യക്കെതിരെ കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും തങ്ങൾക്ക് കൂടുതൽ ശക്തമായ വ്യോമ പ്രതിരോധ ആയുധങ്ങൾ അടിയന്തരമായി കൈമാറണമെന്നും സെലൻസ്കി പാശ്ചാത്യ സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടു. അതിർത്തികളിൽ ഇരുവിഭാഗവും സൈനിക നീക്കങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് ഈ വലിയ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഉക്രൈൻ സൈന്യം റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പകരമായാണ് റഷ്യ ഈ വൻ തിരിച്ചടി നൽകിയതെന്നാണ് മോസ്കോയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് വരെ ആക്രമണം തുടരുമെന്ന കടുത്ത നിലപാടിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുടെ തടയാനാകാത്ത ഈ മുന്നേറ്റവും കീവിന് മേൽ നടത്തുന്ന മാരകമായ വ്യോമാക്രമണങ്ങളും യുദ്ധം ഒരു പുതിയ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണമാണെന്നാണ് വിലയിരുത്തൽ. ഈ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുകളും ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നുണ്ടെങ്കിലും റഷ്യയുടെ മിസൈൽ മഴയെ തടയാൻ അത് പര്യാപ്തമാകുന്നില്ല. നാറ്റോ സഖ്യം നേരിട്ട് യുദ്ധത്തിൽ ഇടപെടാൻ മടിക്കുന്നത് റഷ്യയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. യുദ്ധക്കളത്തിലെ ഈ ചോരച്ചൊരിച്ചിൽ അന്താരാഷ്ട്ര വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയെയും വീണ്ടും കരുനിഴലിലാക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെയും ഇന്ധനത്തിന്റെയും വിതരണ ശൃംഖലയെ ഈ സംഘർഷം ബാധിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ബജറ്റുകൾ കുത്തനെ ഉയർത്താൻ ഈ സാഹചര്യം കാരണമായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ റഷ്യയുടെ ഈ നരനായാട്ടിനെതിരെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്നത് യുദ്ധക്കുറ്റമാണെന്ന് UN വക്താക്കൾ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇത്തരം അന്താരാഷ്ട്ര പ്രഖ്യാപനങ്ങളെയോ മുന്നറിയിപ്പുകളെയോ ഒട്ടും വിലവെക്കാത്ത നിലപാടാണ് റഷ്യ തുടരുന്നത്. കീവിലെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളിൽ നിന്ന് ഉയരുന്ന പുകപടലങ്ങൾ ഉക്രൈനിലെ ജനങ്ങളുടെ തകർന്ന സ്വപ്നങ്ങളുടെ പ്രതീകമാണ്.
ഓരോ ദിവസവും ജനങ്ങൾ ഉണരുന്നത് തലയ്ക്ക് മുകളിൽ എപ്പോൾ വേണമെങ്കിലും പതിക്കാവുന്ന മിസൈലുകളെ ഭയന്നാണ്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച ഈ സാഹചര്യത്തിൽ ഒരു നയതന്ത്ര പരിഹാരം എങ്ങുമെങ്ങും കാണാനില്ല. ഉക്രൈൻ യുദ്ധം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. നഗരങ്ങൾ തകരുകയും നിരപരാധികളുടെ ചോരയൊഴുകുകയും ചെയ്യുമ്പോഴും വൻ ശക്തികളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മാറുന്നില്ല. കീവിലും കിഴക്കൻ ഉക്രൈനിലും റഷ്യ വിതച്ച ഈ നാശം വരും ദിവസങ്ങളിൽ വലിയ സൈനിക പ്രതികരണങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഇരുണ്ട ഭാവിയിലേക്കും കൂടുതൽ വലിയൊരു നാശത്തിലേക്കുമാണ് പശ്ചിമ യൂറോപ്പ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.